നമ്മൾ ചെമ്മീൻ നന്നാക്കുമ്പോഴേ എപ്പോഴും ഒഴിവാക്കുന്ന ഒരു ഭാഗമാണ് ചെമ്മീൻ്റെ തല. ഈ തല നമുക്ക് ഒരു സംഭവം ചെയ്യാവുന്നതാണ്. ഇതല്ല, ഇതിലേക്ക് നല്ലോണം വെള്ളം കുത്തിച്ചടിച്ചതിൻ്റെ ഹെഡ് ക്ലീൻ ചെയ്യണം. ഹെഡിലാണ് ഏറ്റവും കൂടുതൽ അഴുക്കുള്ളത്. അത് നല്ലോണം ക്ലീൻ ചെയ്തതിന് ശേഷം ഇതിൻ്റെ ഈ നമ്മുടെയൊക്കെ ഭാഷ പറയുകയാണെങ്കിൽ താടിയും മീശയും ഇതുണ്ടോ, ഇതിങ്ങനെ മൊത്തത്തിലും കട്ട് ചെയ്ത് കളയുക. ഈ ഹെഡിൻ്റെ പകുതിക്ക് തന്നെ അതും കട്ട് ചെയ്യുക. എന്നിട്ട് ഇതിൻ്റെ മുകളിലൊരു ഭയങ്കര ഹാർഡായിട്ടുള്ള സംഭവമുണ്ട്, അതും ജസ്റ്റ് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇതുപോലെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്കിതിന് ശേഷം നല്ലോണം മസാലയൊക്കെ ഇട്ട് പൊരിച്ച് കഴിഞ്ഞാൽ നല്ല ക്രിസ്പി ആയിട്ട് നല്ല രസം ഉണ്ടാകും കഴിക്കാൻ. എന്തായാലും ഉണ്ടാക്കുന്ന മെത്തേഡ് ഞാൻ പുറകിട്ട് തരാം. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നതേ ചെമ്മീൻ്റെ തല നല്ലതുപോലെ ക്ലീൻ ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതുകൊണ്ട് നമ്മൾ ഒരു ഫ്രൈ ഐറ്റം ഉണ്ടാക്കാൻ പോവാണ്. നമ്മൾ വെറുതെ കളയുന്നേക്കാൾ നല്ലതാണ് ഇതിങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിള്ളേരൊക്കെ കഴിച്ചോളും. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, എരിവിനനുസരിച്ചിട്ട് ഞാനിവിടെ 3 സ്പൂൺ കാശ്മീരിയും പിരിയമുളക് രണ്ടും കൂടി മിക്സ് ചെയ്തതാണ്. പിന്നെ ഒരല്പം ഗരം മസാല, ഉപ്പ്, പിന്നെ കായം, ഒരല്പം കായം, ഇത്രയും ചേർത്ത് അതിലേക്ക് അല്പം കടലമാവ്, നല്ലൊരു കോട്ടിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ കടലമാവ് ചേർക്കണത്. പിന്നെ ചിഞ്ചരവള്ളി പേസ്റ്റ്, ഇഞ്ചിയും വെളുത്തുള്ളിയുടെ ഫൈനായിട്ട് ഇതുണ്ട് അരച്ച് വെച്ചിരിക്കുന്നതാണ്, അതൊരു 1.5 ടീസ്പൂൺ. ഇത് ഇനി നല്ലതുപോലെ ലൈറ്റായിട്ട് വെള്ളം തളിച്ച് ഒന്ന് മിക്സ് ചെയ്യാം. അതിലേക്ക് നമുക്ക് ഈ മസാല ഒന്ന് ശരിക്കും പിടിക്കാനായിട്ട് ഒരു മുട്ട, ഇതിപ്പോൾ ഒരു 30-40 ചെമ്മീൻ്റെ തലയുണ്ട്. മീഡിയം ടൈപ്പ് ചെമ്മീനായിരുന്നു, അതുകൊണ്ട് തലയ്ക്ക് അല്പം വലിപ്പം കൂടുതലുണ്ട്. നമുക്ക് ചെറിയ തലയാണെങ്കിൽ നമുക്ക് ഇതേപോലെ തന്നെ ചെയ്തെടുക്കാം. ഇതുപോലെ നല്ലതുപോലെ മസാല തിരുമ്മി ഒരു അരമണിക്കൂർ, ഫ്രിഡ്ജിലാണെങ്കിൽ ഒരു 15 മിനിറ്റോളം ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. പുറത്ത് ഇങ്ങനെ വയ്ക്കുകയാണെങ്കിൽ ഒരു അരമണിക്കൂർ നമ്മൾ ഇതൊക്കെ ഇട്ടിട്ട് വയ്ക്കുക. എന്നിട്ട് സൺഫ്ലവർ ഓയിലോ പാം ഓയിലോ വെളിച്ചെണ്ണയുടെ ഏതിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലതുപോലെ പൊരിച്ചെടുക്കുക. ഓക്കെ, നമ്മൾ നോൺ സ്റ്റിക്ക് പാൻ വെച്ചിട്ട് അതിൽ സൺഫ്ലവറിൻ്റെ ഓയിലാണ് ഞാൻ പൊരിക്കുന്നത്. അത് വച്ചിട്ടുണ്ട്, ഏകദേശം എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് ഇട്ട് കൊടുക്കാം. അല്പം എണ്ണ അധികം ഒഴിക്കണം, മുങ്ങി പൊരിയാൻ പാകത്തിന്, എന്നാലാണ് അതൊരു ക്രിസ്പി ആയിട്ട് വരുള്ളൂ. നമുക്ക് ഫുള്ളായിട്ട് ഇത് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചെമ്മീൻ്റെ തല പൊരിച്ചത് ഏകദേശം ആയിട്ടുണ്ട്. നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ പ്രോൺസിൻ്റെ തല ശരിയായിട്ടുണ്ട്. നമ്മളതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇച്ചിരി നാരങ്ങ പിഴിയുക, എന്നിട്ട് നല്ലൊരു പീസ് എടുക്കുക. നന്നായിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും ട്രൈ ചെയ്യുക. വെറുതെ വേസ്റ്റായി പോകുന്ന സാധനമാണ് ഇത്. നല്ല ടേസ്റ്റ് ഉണ്ട് ഇങ്ങനെ കഴിക്കാൻ. എല്ലാവരും ട്രൈ ചെയ്യുക.